ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഗേറ്റ് എക്സാം വഴി നമ്മുടെ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ഒരു അവയർനെസ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാം. നമുക്കറിയാം, നമ്മൾ ഗേറ്റ് മെയിൻലി എഴുതുന്നത് തന്നെ എംടെക് എവിടെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു കോളേജിന്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് NIT-കളിലും IIT-കളിലും ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസിലും ഒക്കെ എംടെക് ചെയ്യാനുള്ള സ്റ്റൈപ്പൻഡോട് കൂടി എംടെക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഗേറ്റ് എക്സാം തരാം. അപ്പൊ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള IITs നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. IISc ബാംഗ്ലൂർ, നമ്മുടെ IITs ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഏറ്റവും ടോപ്പ് IISc ബാംഗ്ലൂർ, IIT മദ്രാസ്, IIT ബോംബെ, ഇതൊക്കെ ബെസ്റ്റ് തന്നെയാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ബ്രാഞ്ചസ് ഓൾസോ. നിങ്ങൾ ഏതിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് IIT-കളുടെ ഒരു റാങ്കിങ് മാറും. അതായത് ചില IITs ആ ബ്രാഞ്ച് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ലൈക്ക് ദാറ്റ്. സ്പെഷ്യലൈസേഷൻ സ്ട്രോങ് ആയിരിക്കും, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് NITs ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് NITs NIT തൃച്ചി, സൂറത്കൽ, അതൊക്കെ നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നതാണ്. വാറങ്കൽ, അതുപോലെ തന്നെ NIT കാലിക്കട്ട് ഒക്കെ പറയാൻ പറ്റുന്നതാണ്. അപ്പൊ അതും ബ്രാഞ്ചസിനെ ഡിപ്പെൻഡ് ചെയ്യും. ട്രാൻസ്പോർട്ടേഷൻ വരുവാണെങ്കിൽ വേറെ, അങ്ങനെ ഓരോന്ന് വരും. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം ഗേറ്റ് ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടായി കഴിഞ്ഞാൽ IITs-ലും NITs-ലും നമുക്ക് ഓരോ ബ്രാഞ്ചസിലും അഡ്മിഷൻ കിട്ടും എന്നുള്ള അവയർനെസ് ആണ്. എന്തായാലും 2025 ഗേറ്റ് എക്സാം വരുന്നുണ്ട്. ഒരുവിധം തേർഡ് ഇയർ സ്റ്റുഡൻസും ഫൈനൽ ഇയർ സ്റ്റുഡൻസും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ഇനി എത്രത്തോളം വർക്ക് ചെയ്യണം എന്നുള്ളത് അറിയാൻ കൂടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ മെക്കാനിക്കൽ ആണെങ്കിൽ ബിലോ 1500 വന്നാൽ മാത്രമാണ് ടോപ്പ് IITs-ൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക. സിവിൽ ആണെങ്കിൽ ബിലോ 1200 വരണം ഓൾ ഇന്ത്യ റാങ്ക്. ഇലക്ട്രിക്കൽ ബിലോ 600, ഇലക്ട്രോണിക്സ് ബിലോ 600 ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ബിലോ 700. ഇങ്ങനെയാണ് നമ്മുടെ ഒരു കറന്റ് സിനാരിയോ എന്ന് പറയുന്നത്. ഇത്രയും മാർക്സ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് IITs-ൽ അഡ്മിഷൻ കിട്ടുക. ഇനി കമ്മിങ് ടു NIT, മെക്കാനിക്കൽ ആണെങ്കിൽ ബിലോ 3500 ഒക്കെ മതി നമുക്ക്. IIT കഴിഞ്ഞ NIT-ലോട്ട് വരുമ്പോൾ സിവിൽ ആണെങ്കിൽ ബിലോ 3200, ഇലക്ട്രിക്കൽ ബിലോ 1700, ഇലക്ട്രോണിക്സ് ബിലോ 1900, കമ്പ്യൂട്ടർ സയൻസ് ബിലോ 1100. ഇത്രയും ഏകദേശം ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ആൻ അഡ്മിഷൻ ഇൻ ടോപ്പ് NITs. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹയർ സ്റ്റഡീസിന്റെ രണ്ട് കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പൊ ഗേറ്റ് എക്സാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആണ്. അതായത് അപ്പാർട്ട് ഫ്രം PSUs, നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന AE, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന JEE എക്സാം, അതുപോലെ തന്നെ വേറെ ഓർഗനൈസേഷൻസ് നടത്തുന്ന എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ബാർക്കും ISR-ഉം. ഇവർ രണ്ടിനും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സെപ്പറേറ്റ് എക്സാം നടത്തിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. മാത്രമല്ല ഇവരുടെ ഈ സെപ്പറേറ്റ് എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗേറ്റിന്റെ അതേ സിലബസ് ആണ്. അപ്പൊ ഗേറ്റ് നിങ്ങൾ പഠിച്ചിട്ട് ഗേറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് അവിടെ പെർഫോം ചെയ്യാൻ ഈവൻ പറ്റിയില്ലെങ്കിൽ പോലും, അവിടെ പറ്റിയാലും പറ്റിയില്ലെങ്കിലും ബാർക്കോ ISR-ഓ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ അപ്ലൈ ഫോർ ദ സെയിം. അതിന് അപ്ലൈ ചെയ്ത് ഇതേ സെയിം പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഒന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ ഒരു എക്സാം രണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഗേറ്റ് പോലെ ബുദ്ധിമുട്ടില്ല, ബിക്കോസ് ഇവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓപ്പർച്യൂണിറ്റീസും കൂടി ഇവിടെ നിങ്ങൾക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താറാണ്. അപ്പൊ മറക്കണ്ട, ഇഫ് യുവർ ടാർഗറ്റ് ഇസ് ആൻ IIT ഓർ NIT, ഞാൻ ഈ പറഞ്ഞ റാങ്കിനുള്ളിൽ, ഓൾ ഇന്ത്യ റാങ്കിനുള്ളിൽ കയറി പറ്റാൻ നോക്കുക. സോ ദാറ്റ് നമുക്ക് നമ്മുടെ MTech എന്ന് പറയുന്നത് ഇഷ്ടമുള്ള വിഷയത്തിൽ ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കാൻ പറ്റും. നമ്മുടെ ഗേറ്റ് ക്ലാസ്സസ് എൻട്രിയിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫിൽ ചെയ്യുക. താങ്ക് യു.